പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇസഡ് ടെസ്റ്റ് ഫോർ ടു സാമ്പിൾ മീൻസ് ഡേറ്റ അനാലിസിസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നത്. ഇസഡ് ടെസ്റ്റ് ടു സാമ്പിൾ മീൻസിനുള്ള ഇസഡ് ടെസ്റ്റ് അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ മീൻ ഈക്വൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് നമ്മൾ തിയറി സഹിതം കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതേ കാര്യം തന്നെ ഡേറ്റ അനാലിസിസിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനൊരു തിയറി ഒന്നും ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയുന്നില്ല. എങ്ങനെയാണ് ഇസഡ് ടെസ്റ്റ് രണ്ട് പോപ്പുലേഷൻ്റെ മീൻ ഈക്വൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അത് ഇസഡ് ടെസ്റ്റിലേക്ക് പോകുന്നത് എങ്ങനെയാണ്, ടി ടെസ്റ്റിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. സാമ്പിൾ വേരിയൻസ് നോൺ ആണോ അൺനോൺ ആണോ, അല്ലെങ്കിൽ സാമ്പിൾ സൈസ് വലുതാണോ ചെറുതാണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഇസഡ് ടെസ്റ്റ് ആണോ ടി ടെസ്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ ഇസഡ് ടെസ്റ്റ് ആണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അത് ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ രണ്ട് പോപ്പുലേഷനിൽ നിന്ന് എടുത്ത സാമ്പിള് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും മീൻസ് ഈക്വൽ ആണോ എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡേറ്റ അനാലിസിസ്. നമ്മൾ എടുക്കേണ്ടത് സെറ്റ് ടെസ്റ്റ് ഫോർ ടു സാമ്പിൾ മീൻസ്. അപ്പോൾ അവിടെ വേരിയബിൾ 1ൻ്റെ ഇൻപുട്ട് റേഞ്ച് ചോദിക്കും, വേരിയബിൾ 2 റേഞ്ച്, ഹൈപ്പോത്തസൈസ്ഡ് മീൻ ഡിഫറൻസ് 0. ഇപ്പോൾ വേരിയബിൾ 1ൻ്റെ വേരിയൻസ് അത് പ്രീ നോൺ ആണല്ലോ. ഇസഡ് ടെസ്റ്റിൻ്റെ കേസിൽ വേരിയൻസ് നോൺ ആണെന്നാണ്. അപ്പോൾ ഒന്നാമത്തെ സാമ്പിൾ വന്നിരിക്കുന്ന പോപ്പുലേഷൻ്റെ വേരിയൻസ് അത് ഞാനൊരു വാല്യൂ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാകും. ഇപ്പോൾ 4 ആണെന്ന് വിചാരിക്കുക, 4 അടിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ പോപ്പുലേഷൻ്റെ വേരിയൻസ് ആണ്, സിഗ്മ 2ൻ്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. ഞാനത് 5 എന്ന് കൊടുക്കുന്നു. ലേബൽസ് ഉണ്ട്, ആൽഫ 0.05 ആണ്. ഔട്ട്പുട്ട് റേഞ്ച് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഔട്ട്പുട്ട് റേഞ്ച് മിസ്സിംഗ് ആയിരുന്നു. ഇതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഇത് കമ്പാരിസൺ വരുന്നത് ഇങ്ങനെയാണ്. H1 μ1 നോട്ട് ഈക്വൽ ടു μ2 ആണെങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ മോഡുലസ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഇസഡ് ക്രിട്ടിക്കൽ 2 ടൈൽ. അപ്പോൾ ഇസഡ് വാല്യൂ ഇതാണ്. അപ്പോൾ അതിൻ്റെ മോഡുലസ് വാല്യൂ ഇസഡ് ക്രിട്ടിക്കൽ 2 ടൈലിനേക്കാൾ വലുതാണെങ്കിൽ നമുക്ക് H0 റിജക്റ്റ് ചെയ്യാം. H1 μ1 ഗ്രേറ്റർ ദാൻ μ2 എന്നാണെങ്കിൽ ഇസഡ് ഗ്രേറ്റർ ദാൻ ഇസഡ് ക്രിട്ടിക്കൽ 1 ടൈൽ എന്നുള്ളതാണ് ക്രിട്ടിക്കൽ റീജിയൻ. H1 μ1 ലെസ് ദാൻ μ2 ആണെങ്കിൽ Z ലെസ് ദാൻ മൈനസ് Z ക്രിട്ടിക്കൽ 1 ടൈൽ എന്നുള്ളതാണ് റിജക്ഷൻ റീജിയൻ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ H1 രണ്ട് പോപ്പുലേഷൻ്റെയും മീൻസ് ഈക്വൽ അല്ല എന്നുള്ളതായിരുന്നു. μ1 നോട്ട് ഈക്വൽ ടു μ2 എന്നുള്ളതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ മോഡ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Z ക്രിട്ടിക്കൽ 2 ടൈൽ. നമ്മുടെ മോഡ് Z വാല്യൂ 56.65, അത് Z ക്രിട്ടിക്കൽ 2 ടൈലായ 1.95നേക്കാൾ ഗ്രേറ്റർ ആണോ എന്നാണ്. ആണെങ്കിൽ H0 റിജക്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഇവിടുത്തെ H0 ആയ രണ്ട് പോപ്പുലേഷൻ്റെയും മീൻ ഈക്വൽ ആണ് എന്നുള്ള ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. അതായത് രണ്ട് പോപ്പുലേഷൻ്റെയും മീൻ ഈക്വൽ അല്ല എന്ന് നമ്മൾ ഡിസിഷൻ എഴുതും.